ആദ്യത്തെ സ്റ്റെപ്പാണ് അറിയുക എന്നുള്ളത്. അറിയുക ഒരു കാര്യം സൈലന്റ് ആണ്. ഇത് സൈലന്റ് കൃപാവരമാണ്. സൈലന്റായ ഒരു കൃപാവരമുണ്ട്. സൈലന്റായ കൃപാവരം. നമ്മുടെ ധാരണ പ്രവചനവും കയ്യടി അന്യഭാഷ മാത്രമല്ല, സൈലന്റായ കൃപാവരം. ഒന്നും ചെയ്യണ്ട, വളരെ ശാന്തമായിട്ടിരുന്നാൽ മതി. സൈലന്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബുദ്ധിയെ തൊടുന്നതാണ്. കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമ്മുടെ ബുദ്ധിയോട് ആലോചന പറയുന്ന ദൈവത്തിൻ്റെ കൃപാവരമാണ്. ആരോടും ഒന്നും പറയണ്ട, വളരെ ശാന്തമായിരിക്കുക, കാര്യം മനസ്സിലാവും. സൈലൻ്റാണ്. സ്കാനിങ് മെഷീൻ വെറുതെ ഇരിക്കുകയാണ്, പക്ഷെ അകത്തോട്ട് കയറിയ എന്താ സംഭവം എന്നറിയാം. പിടി കിട്ടിയോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. അടുത്തത് പറയാനുള്ള വരങ്ങളാണ്. അറിയുക, പറയുക, പ്രവർത്തിക്കുക. പറയാനുള്ള വരങ്ങളില്ലാത്തുന്ന ഒന്നാണ് ഭാഷാവരങ്ങൾ. അടുത്തത് പറയാനുള്ള വരങ്ങളാണ്. പറയാനുള്ള വരങ്ങൾ ഒന്നാണ് ഭാഷാവരങ്ങൾ. മറ്റ് സഭകളിലില്ലാത്ത ഒരു പ്രത്യേകത നമുക്കുണ്ട്, ഭാഷാവരങ്ങൾ. ഭാഷകളുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ കർത്താവ് നമുക്കിത് തന്നത്? ആവശ്യമുള്ളതാണ്. പാർത്തരും മേദ്യരും ഏലാമരും മെസപ്പത്തോമിലും പൊന്തൂസിലും ആസിയിലും ഫ്രുഗിയിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഏകദേശം 16 രാജ്യത്തെ ഭാഷ സെക്കൻഡുകൾ കൊണ്ട് തമ്പുരാൻ ഇവിടെ അകത്തേക്ക് വെക്കുകയാണ്. ഇതിനകത്ത് ഒരു വാക്ക് അന്യഭാഷ പറയുന്നവരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരോട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് ലാംഗ്വേജാണ്. കൃത്യമായി ലൈനുകൾ സംസാരിക്കാൻ ദൈവാത്മാവ് നിങ്ങൾക്ക് അഭിഷേകം നൽകി തരും. പറയുക, ലാംഗ്വേജായി സംസാരിക്കുക. ചില സമയത്ത് മാത്രം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ അത് നിരന്തരമാകാൻ ശ്രമിക്കുക. ദൈവത്തോട് സംസാരിക്കുക. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. തെറ്റുകൂടാതെ പറയാൻ പറ്റുന്ന ഭാഷയാണ് അന്യഭാഷ. 2, ആലോചിച്ച് പറയേണ്ടാത്ത ഭാഷയാണ് അന്യഭാഷ. ആലോചിച്ച് പറയണ്ട. വീട്ടിൽ ഒന്ന് മൂളണമെങ്കിൽ ആലോചിക്കണം. അല്ലേ ചോദിക്കുക, എന്തിനാടി മൂളിയെന്ന് ചോദിക്കും അല്ലേ? ആലോചിച്ച് പറയേണ്ടാത്ത ഭാഷയാണ് അന്യഭാഷ. വഴക്കുണ്ടാക്കാൻ പറ്റാത്ത ഭാഷയാണ് അന്യഭാഷ. അങ്ങനെ ഈ ഭാഷയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അന്യഭാഷ പറയുന്നവരായി മാറണം. അതിന് ദാഹം ഉണ്ടാകണം. അതിനെന്നാ ചെയ്യേണ്ടതെന്നറിയാമോ? യോഗത്തിന് വന്നിരിക്കുമ്പം വായടച്ച എൻ്റെ പൊന്ന് പാസ്റ്ററെ, കർത്താവ് വന്നാലും ഞാൻ വാ തുറക്കുകയില്ല. അങ്ങനെ യോഗത്തിനിരിക്കരുത്. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, നിന്റെ വാ വിസ്താരത്തിൽ തുറക്കാം. യോഗത്തിന് വന്നിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന, നിന്റെ വാ വിസ്താരത്തിൽ തുറക്കാം. അടുത്ത വചനം, ഞാൻ അതിനെ നിറയ്ക്കാൻ പോകുകയാണ്. അല്ലാതെ ഞാൻ മറ്റവരെക്കാൾ വിദ്യാഭ്യാസമുള്ളയാളാണ്, ഞാൻ മറ്റവരെക്കാൾ പണമുള്ളയാളാണ്, ഞാൻ അങ്ങനെ പോലെയല്ല എന്ന് പറഞ്ഞ് വളരെ വളരെ അങ്ങനെ ഇരിക്കുന്നവർ സന്ധ്യാവിശ്വസുമായി 2025 ദൈവം തന്നെ അഭിഷേകം കൈമാറുന്നത് ജാടയിറക്കുന്നവർക്കല്ല, ദൈവം തന്നെ അഭിഷേകം കൈമാറുന്നവർക്ക്, ആഗ്രഹമുള്ളവർക്കാണ്. ദൈവസന്നിധി വന്നിരുന്നിട്ട് ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നീ ഹോൾ വിട്ട് വെറുതെ തിരിച്ചു പോകയില്ല. ഏത് വിഷയത്തിന്റെ നടുവിലാണ് ഇരിക്കുന്നത്, അതിൻ്റെ മേൽ ദൈവം തൻ്റെ ശക്തി അയച്ചിരിക്കും. 21 ദിവസം ഇവിടെ ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു നിമിഷം നിന്റെ നാവിൽ ആ തീ ഇറങ്ങി വന്നിരിക്കും. ദാഹത്തോടുകൂടി ആത്മാവിൽ പറയാൻ മനസ്സ് വെക്കണം, ശബ്ദമുയർത്തണം, കൈയടിക്കണം. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നീ മുഴുവൻ ആത്മാവോടെ ദൈവത്തെ സ്തുതിക്കണം. അവിടെ കൊണ്ട് തീർന്നില്ല, മുഴു ബലത്തോടെ ദൈവത്തെ സ്തുതിക്കണം. നിങ്ങൾ ഒരു ഭാരമുള്ള വസ്തു പിടിച്ചു പൊക്കാൻ നിങ്ങൾ എന്തോരം ആരോഗ്യമെടുക്കും, അതിനേക്കാൾ നിങ്ങളുടെ മുഴുവൻ ആരോഗ്യം ആരാധനയ്ക്ക് വിട്ടുകൊടുക്കണം. എന്നിട്ട് അഭിഷേകത്തോടെ ആരാധിക്കണം, വിട്ടുകൊടുത്ത് ആരാധിക്കണം, മുഴു ശബ്ദത്തോടെ ദൈവത്തെ സ്തുതിക്കണം.
നിന്റെ ഉൾ ശബ്ദത്തോടെ നീ ദൈവത്തെ സ്തുതിക്കണം. നീ വിട്ടുകൊടുത്ത് ആരാധിക്ക്. കാര്യം ക്ലിയർ ആകുമെന്ന് 21 കഴിയുമ്പോ കാര്യങ്ങളൊക്കെ തിരിച്ചു വരുമെന്ന് നീ അഭിഷേകത്തോടെ ആരാധിക്കാൻ നോക്കുക. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. പറയുക, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോട് സംസാരിക്കുകയാണ്. ദൈവത്തോട് സംസാരിക്കാൻ ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇതിൻ്റെ ഹയർ ലെവലിൽ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ സ്വർഗത്തിൽ ചെല്ലണം. അങ്ങനെ സ്വർഗത്തിൽ ചെന്ന ഒരു ഭക്തൻ വേദപുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ്, മനുഷ്യർക്ക് ഉച്ചരിച്ചുകൂടാൻ കഴിയാത്ത ലെവലിൽ അവിടെ ഭാഷ പറയുന്ന ഞാൻ കേട്ടെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നതിൻ്റെ 10 മടങ്ങ് പവറോടെ നീ അവിടെ ആത്മാവിൽ സംസാരിക്കാൻ പോകുകയാണ്. ലെവലാണ്. ഈ സമയമായതുകൊണ്ടൊക്കെ ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്. പണ്ടൊരു ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. പ്രസംഗിക്കുന്നതിൻ്റെ നടുവിൽ അദ്ദേഹം ചോദിച്ചു, എൻ്റെ പ്രസംഗത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ്? ഈ ചങ്ങാതി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പം നിർത്തൂന്ന്. കാര്യം മനസ്സിലായല്ലേ? അമ്പടാ, ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു വിദ്വാൻ പറയാം നിർത്തൂന്ന് പറഞ്ഞ ഭാഗം ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞതുപോലെ. ഇല്ല, നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുകയല്ല. ആത്മാവിൽ ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ മൈക്രോഫോൺ കർത്താവിൻ്റെ ദാസൻ്റെ കൈമാറും. ഇങ്ങേരൊന്ന് നിർത്തിയിരുന്നെങ്കിൽ, ഇങ്ങേര് ഈ പ്രസംഗം ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ 5 മിനിറ്റ് മുമ്പ് ഞാൻ മെസ്സേജ് നിർത്തും. ഓക്കെ, സന്ദേശത്തിലേക്ക് വരാൻ ദൈവമക്കളെ. അന്യഭാഷ സംസാരിക്കുന്നവരോടുള്ള സന്ദേശം ഇതാണ്: നിങ്ങൾ വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും തരും ദൈവം, നിങ്ങളതിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അടുത്തൊരു ലെവലാണ്. ഇനി ഞാൻ മെസ്സേജ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ച് പറയാതെ ഞാനൊന്ന് മെസ്സേജ് ഒന്ന് ചേഞ്ച് ചെയ്യുക. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് വെച്ചാൽ അടുത്തൊരു ലെവലിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഏത് അവസ്ഥയിലാണെന്ന് ആരും നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കണ്ട. ഒരു വ്യക്തിയും നിങ്ങളോട് നിങ്ങളുടെ ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു തരണ്ട, നിങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഇന്നത്തെ മെസ്സേജ് ഇതാണ്: ഏത് അവസ്ഥയിലാണോ നീ നിൽക്കുന്നത്, ഒരു സ്റ്റെപ്പും കൂടെ കയറാൻ നീ മനസ്സ് വെക്കുന്ന പകലായി മാറണം. ഈ പകൽ ഒരു സ്റ്റെപ്പും കൂടെ എനിക്കൊന്ന് ഉയരണം കർത്താവേ എന്ന് നീ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന പകലാകണം. എനിക്കിത് പോരാ, എനിക്ക് അഭിഷേകം പോരാ, എനിക്കിങ്ങനെ നിന്നാ പോരാ, എനിക്കൊരു സ്റ്റെപ്പും കൂടെ ദൈവസന്നിധി വെക്കണമെന്ന് പറയുന്ന ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ കമാ, നീ അനുഗ്രഹിക്കപ്പെട്ടയാളാണ്. ഈ ഹോള് വിട്ടിറങ്ങുന്നതിനിപ്പുറം ഒരു സ്റ്റെപ്പും കൂടെ വെക്കാൻ നിനക്ക് ദൈവം ഒരു അഭിഷേകം കൈമാറിയിരിക്കും. വേദപുസ്തകത്തിൽ ഒരേ നിലയിൽ ഉപയോഗിക്കപ്പെട്ടവരുടെ അഭിഷേകത്തിൻ്റെ വ്യത്യാസത്തെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ചില സന്ദേശങ്ങൾ നിങ്ങൾക്ക് കാര്യം ഈ അടുത്ത ലെവലെന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതിന് 1-2 ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് കൈമാറിത്തരാം. സ്പിരിറ്റിൽ, ആത്മാവിൽ നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു സന്ദേശം ഞാൻ ഇതിനോട് ആഡ് ചെയ്യാം, ഇതോട് ചേർത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാം. ഈ പകൽ അബ്രഹാമിന്റെ വീട് വിസിറ്റ് ചെയ്യേണ്ടതിന് 3 ദൂതന്മാർ വന്നു. അബ്രഹാമിന്റെ വീട് വിസിറ്റ് ചെയ്യേണ്ടതിന് 3 ദൂതന്മാർ വന്നു. അബ്രഹാം ഓടി ചെന്ന് നിലം വരെയും കുനിഞ്ഞു. അവരെ കൊണ്ടുവന്ന് മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നിരുത്തി. എനിക്ക് അബ്രഹാമിനോടൊരു ചോദ്യമുണ്ട്. അബ്രഹാമേ, ദൂതന്മാരെ ഇരുത്താൻ കഴിയുന്ന ലെവലിൽ ഒരു വിസിറ്റിംഗ് റൂം നിന്റെ വീട്ടിലില്ലേ? ആയിരക്കണക്കിന് ദാസീദാസന്മാരുള്ള ആ ടെന്റിൽ ദൂതന്മാരെ ഇരുത്താൻ കഴിയുന്ന ഒരു വിസിറ്റിംഗ് റൂം ഇല്ലേ എന്നുള്ളതൊരു ചോദ്യമാണ്. അതിന് എനിക്ക് കിട്ടിയ ഒരു മറുപടി ഞാൻ നിങ്ങൾക്ക് കൈമാറാം. ദൂതന്മാർ വരുന്നത് കൊച്ചിനെ കുറിച്ച് ദൂത് പറയാനാണ്. ആൾറെഡി ഇസ്മായിൽ എന്ന് പറയുന്ന സന്തതി വീടിനകത്തുണ്ട്. കൊച്ചിനെ കുറിച്ച് ദൂത് പറയാൻ വന്നിരിക്കുന്ന ദൂതന്മാരുടെ മുമ്പിലേക്ക് ഈ കൊച്ചെങ്ങാനും ഓടി വന്നാൽ അബ്രഹാം കാര്യം പറയേണ്ടി വരും. ഈ കൊച്ചാരാണ്? എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ അല്ലേ? അതെ,
അകത്ത് ആവശ്യമില്ലാത്തതൊന്നും ഇല്ലെങ്കിൽ അകത്തേക്ക് പലതും നമുക്ക് കയറ്റാൻ പറ്റും. അത്ര അറിഞ്ഞാൽ മതി ഈ വിഷയത്തോട് ബന്ധപ്പെട്ട്. നമ്മുടെ അകത്ത് സ്പിരിച്വലി ദൈവം നമ്മെ ബ്ലെസ് ചെയ്യണമെങ്കിൽ അനാവശ്യമായിട്ടുള്ളതൊന്നും അകത്തുണ്ടാകാൻ പറ്റുകയില്ല. ഞാൻ നിഷ്കളങ്കനോട് നിഷ്കളങ്കനാണ്, ഞാൻ നീതിമാനോട് നീതിമാനാണ്, ഞാൻ വിശുദ്ധനോട് വിശുദ്ധമായി ഇടപെടുന്നവനാണ്. നിന്റെ അകം കൃത്യമാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, നിന്റെ ഉള്ളിൽ അവന്റെ മഹത്വം വ്യാപരിച്ചിരിക്കും. ഒരു നിറഞ്ഞ പാത്രത്തെയല്ല കർത്താവിന് ആവശ്യം, ഒരു ഒഴിഞ്ഞ പാത്രത്തെയാണ് കർത്താവിന് ആവശ്യം. നിറയ്ക്കണമെന്ന് പറയുന്ന മനസ്സുള്ള ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ ഈ മീറ്റിംഗ് 21 ദിവസത്തെ പ്രാർത്ഥന, ദൈവദാസന്മാരുടെ മിനിസ്ട്രി, ഇവിടെ ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ ലെവല് മാറിയിരിക്കും. അബ്രഹാം ഇവരെ കൊണ്ടുവന്ന് മുറ്റത്തിരുത്തി, അകത്തേക്ക് കയറിപ്പോയി ഭക്ഷണം ഉണ്ടാക്കി തിരിച്ചു വന്നു, സെർവ് ചെയ്തു. അവർ ആഹാരമൊക്കെ കഴിച്ച് ഹാൻഡ് വാഷൊക്കെ ഇട്ട് കൈ കഴുകി തിരിച്ചു പോകുമ്പം ആൻറ്റി എന്ത് ചെയ്യേ? അതാ ദൈവം. പുറമേ കാണുന്നതല്ല, ഇത് ആരാ ഉണ്ടാക്കിയെന്ന് തമ്പുരാൻ അറിയാം. അധ്വാനിച്ചവർക്ക് കൃത്യം പ്രതിഫലം കൊടുക്കുന്ന ദൂത് ആൻറ്റിയോട് നീ സെർവ് ചെയ്തെന്നുള്ള ശരിയാണ്, കഷ്ടപ്പെട്ടത് അവളാണ്. സന്ദേശം അവളോട് പറയാം. അബ്രഹാമിനോട് പറഞ്ഞാലും മതിയായിരുന്നു, 2 പേർക്കും വേണ്ടിയല്ലേ. ആൻറ്റിയെ വിളിച്ചു. ആൻറ്റി ഇങ്ങനെ വന്ന് ആ കർട്ടൻ്റെ മറയത്ത് വന്നത്, പാസ്റ്റർ ജി ഞാനിവിടെ ഉണ്ട് കേട്ടോ, അടുത്ത വർഷമാകുമ്പോൾ ഞാൻ ഈ വഴിക്ക് വരും, നിനക്കൊരു സന്തതി ഉണ്ടാകും. ആ കർട്ടൻ്റെ തുണി അകത്തേക്കൊന്ന് വെച്ച് ഒരു കടിയും ഒരു ചിരി അല്ലേ. സഹോദരിമാർ, ഈ ഷോളെന്ന് പറഞ്ഞ സംഭവമുണ്ട്, അവരിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇത് വലിക്കുകയാണെങ്കിൽ ഓർത്തോണം എന്തൊരു ഉടായ്പുണ്ട്. ഒന്നെങ്കിൽ കരയാനായിരിക്കും, അല്ലെങ്കിൽ ചിരിക്കാനായിരിക്കും, ഇല്ലെങ്കിൽ അടുത്തിരിക്കുന്നവരോട് കൊതി പറയാനായിരിക്കും, എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. ഈ ഞങ്ങളുടെ കൈ കർച്ചീഫുണ്ട്, അത് ഞങ്ങളിങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരോരോ പണി ഒപ്പിക്കുമ്പോൾ ഞങ്ങളിതിങ്ങനെ മുഖം ഇങ്ങനെ തുടയ്ക്കുന്നത് പോലെ ചിരിച്ചങ്ങ തള്ളു അല്ലേ. മറ്റേ നിങ്ങളിങ്ങനെ സൈഡ് പിടിച്ച് നിങ്ങൾക്കൊരു പരിപാടി ഉണ്ടല്ലോ, അതുപോലെ ഞങ്ങളിതിങ്ങനെ തുടച്ചങ്ങോട്ട് തള്ളും. അതിനിടയ്ക്ക് ഞങ്ങൾ ചിരിയും കഴിയും, എല്ലാം കഴിയും. നമ്മളും ജീവിക്കണ്ടേ. ആ കർച്ചീപ്പ് കടിച്ചു പിടിച്ചൊരു ചിരി. പക്ഷേ ദൂതൻ ചോദിച്ചു, എന്നാ ആൻറ്റി അടക്കി പിടിച്ചൊരു ചിരി? ഇല്ല ദേവദാസനെ, ഞാൻ ചിരിച്ചില്ല. ഇല്ലില്ല, ആൻറ്റി ചിരിച്ച്. അതിന് അവളോട് പറയാനുള്ള, നീ ചിരിച്ചു തള്ളിയാലും പറഞ്ഞത് ദൈവമാണെങ്കിൽ ദൈവം അത് ചെയ്തിരിക്കും. തിരുവാകൊണ്ട് അരുളി ചെയ്താൽ തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്നവനാണ് നാം സേവിക്കുന്ന നമ്മുടെ ദൈവം. ആരെ രസിപ്പിക്കാൻ ദൈവം ആലോചന പറയുകയില്ല. ഒന്ന് രസിപ്പിച്ചേക്കാം, അവർക്ക് രസം കിട്ടേണ്ടതിന് ആലോചന പറയുകയില്ല. ദൈവം തിരുവാകൊണ്ടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൃക്കൈ കൊണ്ടവൻ ചെയ്തിരിക്കും. ഇന്നലകളിൽ അനുഭവമുള്ള ചിലരെന്നെ കേൾക്കുന്നുണ്ട് ഇതിനകത്ത്. പറഞ്ഞതുപോലെ ചെയ്തു നൽകിയത് കൊണ്ടാണ് നീ ഇന്ന് ആരോഗ്യത്തോടെ ഈ പായിൽ വന്നിരിക്കുന്നത്. അബ്രഹാമിന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകതയാണ്, വീട്ടിലാരെങ്കിലും വന്നതിന് ശേഷം ഫുഡ് പ്രിപ്പയർ ചെയ്യും, താനതിനെ സെർവ് ചെയ്യും. മറ്റൊരു ദൈവദാസനെ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. അദ്ദേഹത്തിന്റെ പേര് ശമുവേൽ എന്നാണ്. ശമുവേലിന്റെ മുമ്പിൽ ഒരിക്കൽ ശൗല് വന്നു. അവൻ ശാലിശ് ദേശം കഴിഞ്ഞ് സൂഫ് ദേശത്തെത്തി. കഴുതകളെ കാണാതെ പോയി അന്വേഷിച്ചു വന്നവനാണ്. ഈ അന്വേഷണം നിർത്തി ഇവൻ തിരിച്ചു പോകാൻ ഭാവിക്കുമ്പോൾ കൂടെ വന്ന ശിഷ്യൻ പറഞ്ഞു, ഇവിടെ ഒരു പ്രവാചകനുണ്ട്, നമുക്കൊന്ന് ആലോചന ചോദിക്കാം. ദർശകനുണ്ടെന്നാണ് പറഞ്ഞത്. ദർശകനുണ്ട്. ദർശകൻ ആരെ കുറിച്ചൊക്കെ ദൂത് പറയും? നിന്റെ വീട്ടിലെ കഴുതയെ കുറിച്ച് പറയും, ആലോചന പറയും. ഗിദയോനോട് വീട്ടിലെ കാളയെ കുറിച്ച് ആലോചന പറഞ്ഞത്. അപ്പം നമ്മളെ അറിയാം, നമ്മുടെ പേരറിയാം, നമ്മുടെ വീടറിയാം, നമ്മുടെ വീട്ടിലുള്ളതിനെ അറിയാം. സകലതും അറിയാവുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഭാരപ്പെടണ്ട, നിന്റെ സകല അവസ്ഥകളെയും അറിയാവുന്ന ദൈവത്തെയാണ് നീ സേവിച്ചുകൊണ്ടിരിക്കുന്നത്.
കഴുതകളെ കുറിച്ച് ആലോചന ചോദിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കാം. ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നിൽക്ക എന്ന് പറഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് തിരിച്ചു വന്നവൻ്റെ ശിരസിലേക്ക് അഭിഷേകത്തിൻ്റെ തൈലമൊഴിച്ചു. ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ രാജാവായി ശൗലിനെ അഭിഷേകം ചെയ്തു. ദൈവമക്കൾ എന്നെ കേൾക്കണം. അബ്രഹാമിൻ്റെ അഭിഷേകത്തിൻ്റെ റേഞ്ച്, വീട്ടിലാരെങ്കിലും വന്നതിന് ശേഷം ഫുഡ് പ്രിപ്പയർ ചെയ്യും. ശമൂവേലിൻ്റെ അഭിഷേകത്തിൻ്റെ ലെവൽ, വീട്ടിലാരെങ്കിലും വരുമെന്ന് ദൈവം തലേ ദിവസം പറയും. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും ദൈവദാസന്മാർക്കുള്ള കാര്യമല്ല, സകല മനുഷ്യർക്കുള്ള അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ചിലരെ ഫോൺ ചെയ്യുമ്പോൾ പറയുന്നില്ലേ, നീ വിളിക്കുമെന്ന് ഞാനിപ്പോൾ ഓർത്തതേ ഉള്ളു. പറയാറില്ലേ, ചിലർ വീട്ടിൽ കയറി വരുമ്പോൾ നീ ഇന്ന് വരുമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. പറയാറില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇതാ സംഭവം എന്ന് വെച്ചാൽ കാര്യം നേരത്തെ പറയുന്നൊരു ദൈവം. ഇതൊരു അഭിഷേകമായി കൂടെ കൂടിയ ആളാണ് ശമൂവേൽ. കേൾക്കുന്നുണ്ടോ? സംഭവിക്കുന്നത് എന്താണെന്ന് നേരത്തെ പറയുന്നൊരു ദൈവമുണ്ട്. ഒരിക്കൽ ഒരു സഹോദരൻ, അദ്ദേഹം ഒരു സ്കൂട്ടറിൽ ഇങ്ങനെ കയറാൻ തുടങ്ങുക. അദ്ദേഹം സ്കൂട്ടറിൽ കയറാൻ തുടങ്ങിയ മാറി നിൽക്കുന്ന എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവൻ വീഴാൻ പോവുകയെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് ഇദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. ഇദ്ദേഹം വണ്ടി സ്റ്റാർട്ട് ചെയ്ത്, ഇദ്ദേഹം ഇതൊന്നും നോക്കുന്നില്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്തങ്ങ് എടുക്കുകയും ഇദ്ദേഹം തെന്നി. അപ്പോൾ ഒരാളിങ്ങനെ പിടിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ വീഴുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. വളരെ അപൂർവമായി ഉണ്ടാകുന്ന ചില അനുഭവങ്ങളാണിത്. എല്ലാ മനുഷ്യരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന ചില ആലോചനകളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു അഭിഷേകം ഉണ്ടായിരുന്നയാളാണ്. കാര്യങ്ങൾ വെളിപ്പെടാനുള്ള സംഭവങ്ങളെ നേരത്തെ അറിയിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ ഉറപ്പിച്ചു പറയാം, നിന്റെ തലമുറയിൽ എന്ത് സംഭവിക്കും, നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, നിന്നോട് ദൈവം അക്കമിട്ട് ദൈവം പറഞ്ഞിരിക്കും. ആ ഒരു അഭിഷേകം ഇതിനകത്ത് ദൈവം ചിലരുടെ മേൽ കൈമാറുകയാണ്. ദർശനമാകട്ടെ, സ്വപ്നമാകട്ടെ, പ്രവചനമാകട്ടെ, ദൈവ ശബ്ദമാകട്ടെ, ദൈവാത്മാവ് ചിലരോട് ഇടപെടാൻ പോകുകയാണ്. നിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് ദൈവം നിന്നോട് പറയാൻ പോകുകയാണ്. നിന്റെ കരമെങ്ങനെ ചലിപ്പിക്കണമെന്ന് ദൈവം പറയാൻ പോകുകയാണ്. അങ്ങനെ ഒരു അഭിഷേകമുണ്ട്, കണ്ടോ? അപ്പോ അബ്രഹാമിന്റെ അഭിഷേകത്തിന്റെ ലെവലല്ല ശമൂവേൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ റേഞ്ച് വേറെയാണ്. ഒരേ സംഭവത്തോട് ബന്ധപ്പെട്ട്, ഒരു വീട്ടിൽ വരുന്നതിനോട് ബന്ധപ്പെട്ട് രണ്ടുപേരുടെ ലെവല് വ്യത്യസ്തമാണ്. കാര്യം എത്ര പേർക്ക് മനസ്സിലായി? രണ്ടുപേരുടെ ലെവൽ വ്യത്യസ്തമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരാളിൽ നിന്ന് മറ്റൊരാൾ വ്യത്യസ്തരായി നിൽക്കുക, ഒരു അടുത്തൊരു സ്റ്റെപ്പിൽ നിൽക്കുക. ഇതാണ് എൻ്റെ ആശയം. വേദപുസ്തകത്തിൽ യോസഫുമാരെ പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ യോസഫുണ്ട്, പുതിയ നിയമത്തിൽ യോസഫുണ്ട്. യേശുവിൻ്റെ ജനനത്തിൽ യോസഫുണ്ട്, യേശുവിൻ്റെ മരണത്തിൽ യോസഫുണ്ട്. ഈ യോസഫുമാരെല്ലാം ദൈവകൃപയുള്ള യോസഫുമാരെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിലെ യോസഫ് സ്വപ്നം കാണുന്നയാളായിരുന്നു. താൻ കാണുന്ന സ്വപ്നം താൻ വ്യാഖ്യാനിക്കും, തൻ്റെ സഹോദരങ്ങൾ അതിനെ വ്യാഖ്യാനിക്കും. പിന്നെ അതുകൊണ്ട് തീർന്നില്ല, യോസഫ് മറ്റുള്ളവർ കാണുന്ന സ്വപ്നത്തെ താൻ വ്യാഖ്യാനിക്കും. ഒരിക്കൽ ജയിലിൽ കിടക്കുകയാണ്, കയ്യിൽ ചങ്ങല കയറിയിട്ട് 10-11 വർഷമായി. അപ്പോഴും ഇവൻ ദർശനം വ്യാഖ്യാനിക്കുന്നവനാണ്. എന്ന് വെച്ചാൽ ചങ്ങല കുരുങ്ങിയതുകൊണ്ട് തീർന്നില്ലടാ, നിന്റെ ശുശ്രൂഷ അസ്തമിക്കുന്നില്ല. ഏതൊക്കെ കുരുക്ക് നിന്റെ ജീവിതത്തിൽ വന്ന് കയറിയാലും അകത്ത് വെച്ച കൃപാവരം നശിക്കാത്തോടത്തോളം കാലം നിന്റെ തകർത്ത് കളയാൻ ഒരു അന്ധകാരത്തിനും പറ്റുകയില്ല. വരമുള്ളവരായി മാറാൻ പോകുകയാണ്. ഫലമുള്ളവരാകുന്നത് പോലെ വരമുള്ളവരുമായി മാറാൻ പോകുകയാണ്. പല വിഷയങ്ങളിലും നീ കെട്ടപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും, പല വിഷയങ്ങളിലും നീ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആളായിരിക്കുക. പക്ഷെ നിന്റെ മേലുള്ള കൃപാവരത്തിന് ബന്ധനമില്ല കേട്ടോ. ഇന്നില്ലെങ്കിൽ നാളെ ആത്മാവിൽ അതേ. ഈ മനുഷ്യൻ, ഇദ്ദേഹം ദർശനം കണ്ടു. കണ്ട ദർശനം കറ്റയാണ്.
കറ്റ ദർശനം കണ്ടവന് ദൈവം കൊടുത്ത വഴി കതിരുവഴി ഒരു വഴിയായിരുന്നു. കണ്ടത് കറ്റയാണെങ്കിലും കിട്ടിയത് പാണ്ഡികശാലയാണ്. നീ കണ്ടതൊക്കെ ചെറുതാണ്, സർവശക്തിയുള്ള ദൈവം നിനക്ക് നൽകുന്നത് ശ്രേഷ്ഠമായിരിക്കും. പ്രവചനത്തിനകത്ത് ഒതുക്കാൻ പറ്റാത്ത, ദർശനങ്ങൾക്കകത്ത് ഒതുക്കാൻ പറ്റാത്ത, വാക്കുകൾ കൊണ്ട് ഒതുക്കാൻ പറ്റാത്ത, അതുകൊണ്ടാണ് പലർക്കും അത് വിവരിക്കാൻ പറ്റാതിരിക്കുന്നത്. വിവരിക്കാൻ പറ്റാത്തതുപോലെ ആദരിക്കാൻ അറിയാവുന്ന ഒരു ദൈവത്തെ സേവിക്കാൻ അനുവാദം കിട്ടിയ ദൈവമക്കൾ എങ്ങനെ അടങ്ങിയിരിക്കും? ഇദ്ദേഹം കണ്ടത് കറ്റയാണ്. കറ്റ കണ്ടവന് കതിരുവഴി. ആര്? ഫറവോൻ കണ്ട ദർശനം കതിരാണ്. കതിര് കതിരിനെ വിഴുങ്ങുകയാണ്. ഇന്നലകളിൽ പല പതിരുകളും പല കതിരിനെ വിഴുങ്ങിയിട്ടുണ്ട്. പതിരുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കതിരിനെ വിഴുങ്ങുന്ന ഒരു പ്രത്യേകത. കൃപയുള്ളവനെ ഒടുക്കിക്കളയുക, അഭിഷേകമുള്ളവനെ നശിപ്പിച്ചു കളയുക, ആത്മാവി ജീവിക്കുന്നവനെ ഇല്ലായ്മ ചെയ്യുക. അങ്ങനെ പല പതിരുകളും ഇന്നലകളിൽ പല കതിരുകളെ ഒതുക്കിയിട്ടുണ്ട്. 2025 അതിനെ അനുവദിക്കരുത്. ഒരു പാഴ് ജന്മം കൊണ്ട് നിന്നെ തകർത്ത് കളയാൻ അനുവദിക്കാതെ. നിങ്ങൾ പുറകോട്ട് ശ്രദ്ധിച്ചാൽ അറിയാം, പതിരുകളാണ് കതിരുകളെ ഒടുക്കിയിട്ടുള്ളത്. ഒന്നുമില്ലാത്തവർ ഉള്ളവനെ ഒതുക്കുന്ന ഒരു കാലഘട്ടം. ജയിക്കണം, ആത്മമണ്ഡലത്തിൽ ജയിക്കണം. ജയിച്ച് നിൽക്കുന്നവൻ അവൻ എന്നും ജയിച്ചു കൊണ്ടിരിക്കും. പക്ഷെ ഈ കതിര് വഴിയുള്ള വഴി ചെറുതാണെന്ന് ചിന്തിക്കരുത്. ഇവൻ പോകുന്നത് പാണ്ഡികശാലയിലേക്കാണ്. കണ്ടത് കറ്റയാണെങ്കിലും കിട്ടിയത് പാണ്ഡികശാലയാണ്. നീ കണ്ടതിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവം നിനക്ക് നൽകി തരാനിരിക്കുന്നത്. നീ കേട്ട ദൈവാലോചനയേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവം നിനക്ക് നൽകി തരാനിരിക്കുന്നത്. കണ്ട ദർശനങ്ങളെ യോസേഫ് തൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ താൻ അവതരിപ്പിച്ചു. അതിനുശേഷം താൻ പറയുന്നുണ്ട്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നമസ്കരിക്കുന്ന ഒരു കാഴ്ച താൻ പറയുന്നുണ്ട്. ഇനി ഞാൻ ഇദ്ദേഹത്തിന് പാരലായി മറ്റൊരു ദൈവദാസനെ വേദപുസ്തകത്തിൽ കൊണ്ടുവരാം. പേര് ഡാനിയേൽ എന്നാണ്. ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ ഒരു സ്വപ്നം കണ്ടു. കണ്ട സ്വപ്നം നെബൂഖദ്നേസർ മറന്നുപോയി. പിറ്റേ ദിവസം രാവിലെ രാജസന്നിധിയിൽ വിഷണ്ണഭാവത്തോടു കൂടിയിരിക്കുന്ന നെബൂഖദ്നേസർ അദ്ദേഹം ആരവിടെയെന്ന് താൻ ആക്രോശിച്ചു. തൻ്റെ മുമ്പിൽ വന്ന വ്യക്തികളോട് പറഞ്ഞു, ശകുനവാദികളെ, മന്ത്രവാദികളെ വിളിച്ചു വരുത്തുക. ശകുനവാദികളെ, മന്ത്രവാദികളെ, ദേശത്തുള്ള ജ്ഞാനികളെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് താൻ അരുളി ചെയ്തു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, എനിക്ക് ആ സ്വപ്നം വേണം. ജ്ഞാനികളെ കൊണ്ട് പറ്റാത്തത്, മന്ത്രവാദികളെ കൊണ്ട് പറ്റാത്തത്, ശകുനവാദികളെ കൊണ്ട് പറ്റാത്തത് പ്രാർത്ഥിക്കുന്നവന് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കാൻ ഈ ദേശത്ത് പല മന്ത്രവാദികളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ഇത് ചെയ്യേണ്ടതിന് പ്രാർത്ഥിക്കുന്ന ഒരുവനെ രംഗത്ത് കൊണ്ടുവരികയാണ്. പ്രാർത്ഥിക്കുന്ന, എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, പ്രാർത്ഥിക്കുന്ന ദാനിയേൽ രംഗത്ത് വരുന്നു. താൻ ദൈവസന്നിധി, താൻ ഈ രാജസന്നിധിയിൽ പറഞ്ഞു, ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കട്ടെ. അന്ന് രാത്രിയിൽ ചന്ദ്രക്കും മേശക്കും അഭേദ്രകവും ദാനിയേലും 4 പേരും ഓൾ നൈറ്റ് പ്രയറാണ്. രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദാനിയേലിന് ദർശനം കിട്ടി. എന്ത് നെബൂഖദ്നേസർ കണ്ടോ അതേ ദർശനവുമായി താൻ പിറ്റേ ദിവസം രാജസന്നിധിയിലേക്ക് വന്നു. രാജാവ് ദീർഘായുസായിരിക്കട്ടെ, അങ്ങ് കണ്ട ദർശനം ഇതാണ്. ദർശനത്തെ വിവരിക്കാൻ തുടങ്ങി, അതിൻ്റെ വ്യാഖ്യാനം പറയാൻ തുടങ്ങി. നിങ്ങൾക്കിതിനെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു അസാധാരണമായ സംഭവമായിരുന്നു. എന്താണെന്ന് കാര്യമെന്നറിയാമോ? ഈ കണ്ടു മറന്നൊരു സ്വപ്നം, നിങ്ങൾ കണ്ടു മറന്നൊരു സ്വപ്നം രാവിലെ ആവുമ്പോൾ അതിനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അതിനെ വിട്ടേക്കും, അതിൻ്റെ പുറകെ പോകുകയില്ല. ഇതാര് കണ്ടു മറന്ന സ്വപ്നമാണ്? ഒരു രാജാവ് കണ്ടു മറന്ന സ്വപ്നം, മറ്റൊരാൾ കണ്ടു മറന്ന സ്വപ്നം. അവൻ കണ്ട് ഡിലൈറ്റ് ആയി പോയ സ്വപ്നം, ഇവന് പോലും കിട്ടാത്തൊരു സാധനം. അങ്ങനൊരു കമ്പ്യൂട്ടർ ഇറങ്ങിയിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ?
പറയുന്നത് നുണയാന്ന് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ മിഷൻ ഉണ്ടായിരിക്കും, പക്ഷേ ഡിലേറ്റ് ആയിപ്പോയ ഫയല്, സ്വപ്നത്തിന്റെ ഫയല് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒന്ന് ഈ ഉലകം അസ്തമിക്കുന്നത് വരെയും കണ്ടുപിടിക്കുകയില്ല. കമ്പ്യൂട്ടറെ കൊണ്ട് കഴിയാത്തത്, ജ്ഞാനികളെ കൊണ്ട് കഴിയാത്തത് പ്രാർത്ഥിക്കുന്നവൻ രംഗത്ത് വരികയാണ്. അത് കൊച്ചുകളിയല്ല. കണ്ടുമറന്ന സിനിമയാണെങ്കിൽ, കണ്ടുമറന്ന സീരിയലാണെങ്കിൽ പറയാം, കണ്ടുമറന്ന സ്വപ്നം പൊക്കിയെടുക്കാൻ പറ്റുമോ? ഒരു സ്പെഷ്യലാണ് ആ സംഭവം. ആദ്യം ഇവൻ ചെയ്യുന്നത്. ഇനി യോസഫിന്റെ അഭിഷേകവും ഡാനിയലിന്റെ അഭിഷേകവും തമ്മിലുള്ള വ്യത്യാസം പറയാം. യോസഫ് സ്വപ്നം കാണുന്നവനാണ്, വ്യാഖ്യാനിക്കുന്നവനാണ്. മറ്റാരെങ്കിലും സ്വപ്നം പറഞ്ഞാൽ ഈ മനുഷ്യൻ വ്യാഖ്യാനിക്കും. അതാണ് യോസഫിന്റെ അഭിഷേകം. പക്ഷെ ഡാനിയലിന്റെ അഭിഷേകം കണ്ടുമറന്ന സ്വപ്നം പൊക്കിയെടുക്കും. വേറെ ലെവലിലാണ് ആ മനുഷ്യൻ നിൽക്കുന്നത്. അഭിഷേകത്തിന്റെ അടുത്തൊരു തലത്തിലാണ് ആ മനുഷ്യൻ നിൽക്കുന്നത്. നോക്കിക്കേ, ഇതുവരെ നീ കണ്ടതല്ല ശുശ്രൂഷ, ഇതുവരെ നീ കാണാത്തത് ചിലത് നിന്നെ കൊണ്ട് ചെയ്യിക്കാം. എന്റെ ദൈവം വിശ്വസ്തനാണെങ്കിൽ നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുന്നത് പോലെ മറ്റുള്ളവർക്കില്ലാത്ത ദൈവകൃപയോടെ നിന്നെ ആദരിപ്പാൻ, നിന്നെ തൊടാൻ അവൻ വിശ്വസ്തനാണ്. അടുത്തിരിക്കുന്നവൻ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ നീ മൈൻഡ് ചെയ്യണ്ട. അടുത്തിരിക്കുന്നവൻ ആരാധിച്ചില്ലെങ്കിൽ നീ മൈൻഡ് ചെയ്യണ്ട. അവരെ ഉപയോഗിക്കുന്നത് പോലെയല്ല ദൈവം നിന്നെ ഉപയോഗിക്കാനിരിക്കുന്നത്. അവന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമല്ല നിന്റെ മേൽ വ്യാപരിക്കുന്നത്. വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നെ നിർത്തി ആത്മാവ് ബ്ലസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദൈവിക ജ്ഞാനം കൊണ്ട് ദൈവം ചിലരെ നിറയ്ക്കാൻ പോകുകയാണ്. ദൈവിക വെളിപ്പാടുകൾ കൊണ്ട് ദൈവം നിറയ്ക്കാൻ പോകുകയാണ്. അഗമന ഹസിയാരാധനാര, ആന്തരിക മനുഷ്യനിൽ ആത്മാവിൽ ആർജിച്ചെടുത്ത് ദൈവകൃപയോടെ ഉയർന്നു നിൽക്കാൻ നിന്നെ ദൈവാത്മാവ് തൊടുന്ന പകലാണ്. ഓരോ ദൈവദാസന്മാരുടെ മേൽ വ്യാപരിക്കുന്നത് വ്യത്യസ്തങ്ങളായ അഭിഷേകമാണ്. അവരുടെ മേൽ വ്യാപരിക്കുന്ന വ്യത്യസ്തമായ അളവുകളാണ്. ഇതിനകത്ത് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ അടുത്തിരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നത് പോലെയല്ല. ദൈവം നിന്നോട് വ്യത്യസ്തമായി ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. മറ്റുള്ളവരെ മൈൻഡ് ചെയ്യാതെ ദൈവത്തെ മൈൻഡ് ചെയ്ത് ഉയരത്തിൽ നിന്ന് ശക്തി ഇറങ്ങുന്നത് ഓർത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകലല്ലേ ദൈവം ചിലരെ ബ്ലസ് ചെയ്യേണ്ടതിന് അവൻ തന്റെ വലങ്കാരം വെച്ച് ചിലരെ അനുഗ്രഹിപ്പാൻ. ഞാൻ ആലോചന പറയാം. ഇവരുടെ രണ്ടുപേരുടെയും അഭിഷേകത്തിന്റെ ലെവലിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരാൾ സ്വപ്നം കാണുന്നവൻ, അതിനെ വ്യാഖ്യാനിക്കുന്നവൻ, മറ്റുള്ളവരുടെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നവൻ. പക്ഷെ ഡാനിയലിന്റെ അഭിഷേകത്തിന്റെ ലെവൽ നഷ്ടപ്പെട്ടു പോയ സ്വപ്നത്തെ പൊക്കിയെടുക്കുന്നവൻ. വേറെ തലത്തിലാണ് ആ മനുഷ്യൻ നിൽക്കുന്നത്. മറ്റൊരു ലെവലിലാണ് അദ്ദേഹത്തിന്റെ അഭിഷേകത്തിന്റെ റേഞ്ച് കിടക്കുന്നത്. 3 നേരം വിടാതെ പ്രാർത്ഥിക്കുന്നവനെ പിന്നെ ദൈവം എങ്ങനെ ഉപയോഗിക്കണം? ഇങ്ങനെ അഭിഷേകമുള്ള ഒരാൾ ഇന്നില്ല. ഞാനിത് പറയുമ്പോൾ ഇങ്ങനെ അഭിഷേകമുള്ള ഒരാൾ ഇന്നില്ല. പുസ്തകം പഠിച്ചാൽ പുസ്തകത്തിനകത്ത് നിന്ന് കിട്ടുന്ന കുറെ വെളിപ്പാടുകളുണ്ട്. ആ ലെവലിലേക്കെങ്കിലും ഒന്ന് വന്നാൽ മതി. എത്ര ഭയങ്കരമാണെന്നറിയാമോ? ഡിലേറ്റ് ആയിപ്പോയ ഫയൽ വരെയും പൊക്കിയെടുക്കുന്ന അഭിഷേകം. നമ്മൾ സാധാരണ പറയാറുണ്ട് ഏലിയാവിൻ്റെയും ഏലീശയുടെയും അഭിഷേകം. ഏലിയാവ് ഇങ്ങനെ മഴയൊക്കെ അടച്ചതിന് ശേഷം കെരീത്ത് തോട്ടിങ്കിൽ പോയിരിക്കുകയാണ്. ആ മനുഷ്യന് ആഹാരം കൊടുക്കുന്നത് കാക്കയാണ്. ഫ്ലൈറ്റ് വന്നിറങ്ങുന്നത് പോലെ പറന്നു വരികയാണ് ഫുഡുമായി. എത്ര സമയമായിരുന്നു ഏലിയാവിന് ആഹാരം കൊടുത്തത്? 2 നേരം, രാവിലെയും വൈകുന്നേരവും. കാക്ക തൻ്റെ അരികിൽ പറന്നിറങ്ങുകയാണ്. എവിടെ നിന്നാണ് ആഹാരം കിട്ടിയതെന്ന് ചോദിച്ചാൽ ഏലിയാവിന് ആഹാരം കൊടുത്തത് ദൈവം അന്തരീക്ഷത്തിൽ നിന്നാണ്. ആഹാബിന്റെ അരമനയിൽ നിന്ന് കെട്ടിവിട്ട പാഴ്സലല്ലിത്. ഇത് തമ്പുരാൻ അന്തരീക്ഷത്തിൽ വെച്ച് തൻ്റെ കയ്യിൽ കൊടുത്തുവിടുന്ന പാഴ്സലാണ്. നമുക്ക് നമ്മുടെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കുമെന്നാണ് വചനം. നിനക്ക് വഴി തുറക്കുന്നത് സൈഡിൽ നിന്നല്ല, നിനക്ക് വഴി തുറക്കുന്നത് ആകാശത്ത് നിന്നാണ്.
നമുക്ക് വഴി തുറക്കുന്നത് ഉയരത്തിൽ നിന്നാണ്. ഉയരത്തിലേക്ക് നോക്കുന്ന ഭക്തന്മാരോട് ദൈവത്തിന്റെ അരുളപ്പാട് പറയാനുണ്ട്. നിന്റെ വഴി തുറന്നു വരുന്നത് ഉയരത്തിൽ നിന്നാണ്. ഉയരത്തിൽ നിന്ന് കാക്ക വരികയാണ്. പക്ഷെ കെരീത്തിലെ വെള്ളം വറ്റി, കാക്കയുടെ വരവ് നിന്നില്ല. നിങ്ങൾ പുസ്തകം വായിച്ചു നോക്ക്. കാക്കയുടെ വരവ് നിന്നെന്നല്ല വചനം, കെരീത്തിലെ വെള്ളം വറ്റി എന്നാണ്. അതിനർത്ഥം ഇതാണ്: താഴെയുള്ളതെല്ലാം അടഞ്ഞാലും ഉയരത്തിലെ വരവ് നിൽക്കുകയില്ല. താഴെയുള്ളതെല്ലാം അടഞ്ഞാലും ഉയരത്തിൽ നിന്നുള്ള വരവ് നിൽക്കുകയില്ല. കുവൈറ്റിൽ പാസ്റ്റായിട്ടിരുന്ന, എറണാകുളം സെൻട്രലിൻ്റെ പാസ്റ്റായിരുന്ന KC മാത്യു സാർ, ആ ദൈവദാസൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചു പോയത്. പഠിപ്പിച്ചിട്ടുണ്ട് ആ ദൈവദാസൻ. KC മാത്യു സാർ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ തുറന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞ ഒരു ചരിത്രം, ഞാനിത് പറയുമ്പോൾ കർത്താവിൻ്റെ ദാസന് അറിയാവുന്ന സംഭവം കേട്ടിട്ടുള്ളത്. കാരണം ദൈവദാസൻ്റെ സ്വഭാവം തൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് തൻ്റെ ഓരോ ക്ലാസ്സുകൾ. നീണ്ട 54 വർഷങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് വെച്ച് ദൈവവചനം പഠിപ്പിച്ചൊരു മനുഷ്യനാണ്. എവിടെ കിട്ടും പാസ്റ്റർജി ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ? അത് പറഞ്ഞപ്പോൾ തന്നെ കണ്ണു നിറഞ്ഞു പോയി. 54 വർഷം ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കണ്ടിട്ടില്ല മനുഷ്യൻ. കുവൈറ്റിലും മക്കളൊക്കെ വ്യത്യസ്ത ലെവലിൽ ജീവിച്ചവർ. അത്ര ആത്മാവിന് വേണ്ടി തീഷ്ണതയോടുകൂടി നിന്നൊരു ദൈവഭക്തൻ. അദ്ദേഹം ഒരു സ്ഥലത്ത് പോയി വേല ആരംഭിച്ചു. സഭയുടെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ നടന്നു വരുമ്പോൾ സഭയിൽ കൂടി വരുന്നവരൊക്കെ അവിടെ അടുത്തൊരു ഫാക്ടറിയിൽ ജോലിക്കാരാണ്. ഫാക്ടറിയിൽ ഒരു സ്ട്രൈക്ക് ഉണ്ടായി. അവിടെ സമരങ്ങൾ നടന്നു തുടങ്ങിയപ്പോൾ ജോലിയെല്ലാം അസ്തമിച്ചു. പല വീടുകൾക്കകത്തും പട്ടിണി കയറി തുടങ്ങിയപ്പം അപ്പച്ചൻ്റെ വീട്ടിലും സ്വാഭാവികമായി സ്തോത്ര കാഴ്ചയിടുന്ന അവർക്ക് ഇടാനൊന്നും ഇല്ലാതെ വന്നപ്പോൾ പതുക്കെ പട്ടിണിയിലേക്കായി തുടങ്ങി. ഒരു ദിവസം അപ്പച്ചൻ ഇങ്ങനെ ട്രാക്റ്റുമായി പോയപ്പം സഭയിലെ മൂപ്പൻ വഴിയിൽ വെച്ച് അപ്പച്ചനെ കണ്ടിട്ട് പറഞ്ഞു, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അതേ, കല്യാണമൊക്കെ ഈ ഇടയ്ക്കല്ലേ കഴിഞ്ഞത്, ആ കൊച്ചിനെ വെറുതെ പട്ടിണിക്കിടണ്ട, അതുകൊണ്ട് അതിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കുക. പാസ്റ്റർ ഏതൊക്കെയാലും പട്ടിണി കിടക്കാൻ തീരുമാനിച്ചിരിക്കുക, അതിനെയും കുറിച്ചൊക്കെ വിളിച്ച് നമ്മുടെ ഇടയിലിട്ട് വെറുതെ പട്ടിണി കിടത്തണ്ട, അതിനെ വീട്ടിൽ കൊണ്ടാക്കുക, അതുപോലെ ഭക്ഷണം കഴിച്ച് ജീവിക്കട്ടെ. ഈ കാര്യം അപ്പച്ചൻ പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച്, ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഈ സംഭവത്തെക്കുറിച്ച് അപ്പച്ചൻ്റെ മനസ്സിലൊരു ധാരണ വന്നത്. അപ്പച്ചൻ നേരെ വീട്ടിൽ വന്നു. മിനിസ്ട്രി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ആ ഭാര്യയോട് പറഞ്ഞു, എടി, നമ്മുടെ ചർച്ചിലെ അപ്പച്ചൻ ഇതുപോലെ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിനക്കെന്തെങ്കിലും ഒരു ആഹാരമൊക്കെ കഴിച്ച് ജീവിക്കണമെങ്കിൽ നീ വീട്ടിലോട്ട് പൊക്കോ, കുറച്ച് നാളും കൂടെ സമരമൊക്കെ കാണുമെന്നാണ് ആ പിതാവ് പറഞ്ഞത്. ആഹാരമൊക്കെ കഴിച്ച് ജീവിക്കാം. അതിന് അമ്മച്ചി അപ്പച്ചനോട് പറഞ്ഞൊരു വാക്കുണ്ട്. വാക്കിതായിരുന്നു, നമ്മൾ ജോലി ചെയ്യുന്നത് ഇവിടുത്തെ ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടിയല്ല, നമ്മൾ വർക്ക് ചെയ്യുന്നത് സ്വർഗീയ കമ്പനിക്ക് വേണ്ടിയാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി അടയാത്തോടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്ക് മുട്ടുണ്ടാകുകയല്ല. ഉയരത്തിലെ കമ്പനി അടയാത്തോടത്തോളം കാലം നീ തകരാൻ ദൈവം സമ്മതിക്കുകയല്ല. അങ്ങനെ ഒരു കമ്പനിയുടെ സേവകരാണ് ഞാനും നിങ്ങളും. എന്താ സംഭവിച്ചെന്നറിയാമോ? അപ്പച്ചൻ ഇങ്ങനെ ട്രാക്ടർ എടുത്ത് പോകുമ്പം ഒരു വലിയ വീടിൻ്റെ വാതിക്കൽ ഒരു മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഒരു വലിയ മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ആ മനുഷ്യൻ അപ്പച്ചൻ ഇങ്ങനെ പോകുന്ന കൈകാട്ടി വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പച്ചൻ പകുതി ഇരുന്നില്ലാത്തതുപോലെ പോയിരുന്നു. അപ്പോൾ ഇദ്ദേഹം കാര്യങ്ങളൊക്കെ ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പച്ചൻ ഇദ്ദേഹത്തെ കണ്ടിട്ട് തന്നെ പേടിയായി. കൊമ്പമ്പീശയൊക്കെ വെച്ചൊരു മനുഷ്യൻ. ഇദ്ദേഹം വീട്ടിൽ വന്നു. പക്ഷെ വീട്ടിൽ വന്നപ്പോൾ വൈകുന്നേരമായപ്പോൾ ഒരു മനുഷ്യൻ ഒരു കൊട്ടയ്ക്കകത്ത് മുഴുവൻ സാധനം ചുമന്നുകൊണ്ട് വരിക, ചേനയും വാഴക്കുലയൊക്കെ ആയിട്ട്. ഇവിടെ ഒരു ഉപദേശി താമസിക്കുന്നുണ്ടല്ലോ, എവിടെയാണെന്നും ചോദിച്ചാൽ വരുന്നത്. ഉടനെ പറഞ്ഞു, ഇവിടെയാണ്. അപ്പച്ചൻ ഇറങ്ങിച്ചെന്ന് അത് പിടിച്ചു വെച്ച് എന്നിട്ട് പറഞ്ഞു, മുതലാളി തന്നുവിട്ടതാണ്, അവിടം വരെ ഒന്ന് വരാൻ പറഞ്ഞു.
പിറ്റേ ദിവസം അപ്പച്ചൻ ചെന്നപ്പോൾ പറഞ്ഞു, എൻ്റെ 2 പെൺമക്കൾ വരുന്നുണ്ട്, അവർ വെക്കേഷൻ അവധിക്ക് വരികയാണ്, നേഴ്സിങ്ങിനെ തന്നെ പഠിക്കാൻ പോയവരാണ്, അവരെ ഈ സമയത്ത് നിങ്ങൾ ബൈബിൾ പഠിപ്പിക്കണം എന്നും പറഞ്ഞ് അപ്പച്ചൻ്റെ കയ്യിൽ ഒരു നന്മ എടുത്തു കൊടുത്ത് അപ്പച്ചൻ പറഞ്ഞ് സമരം മാറി വീണ്ടും 6 മാസം കൂടെ ജീവിക്കാനുള്ള പണം അതിനകത്തുണ്ടായിരുന്നു. എന്ന് വെച്ചാ അമ്മച്ചി പറഞ്ഞ വേർഡുണ്ട്, ഈ നമ്മുടെ കമ്പനി വേറെയാണ്. നമുക്ക് നന്മ വരുന്നത് ഉയരത്തിൽ നിന്നാണ് ദൈവമക്കളെ, സൈഡിൽ നിന്നല്ല നിനക്ക് നന്മ വരുന്നത്. നിനക്ക് നന്മ നൽകിത്തരാൻ കരുത്തുള്ളൊരുവനുണ്ട്. അവന്റെ കരം കുറുതായി പോയിട്ടില്ല. വരൾച്ചയില്ലാത്തൊരു കരം നിന്റെ മുകളിലുണ്ട്. നീ തകരുകല. ഞാൻ ഉറപ്പിച്ചു പറയാം, നീ തകരുകല. വെള്ളം പറ്റിയപ്പോൾ ഇവിടെ നിന്ന് നേരെ താൻ യാത്ര ചെയ്ത് നേരെ സാരഫാത്തിലേക്ക്. അവിടെ ചെന്നപ്പോൾ ഒരു വിധവ ഒരു വിറക് പിറക്കി അവൾ നടക്കുകയാണ്. ഈ വിറക് പിറക്കുന്ന വിധവയോട് വെച്ച് കുടിക്കാൻ അല്പം വെള്ളം വേണം. ഇവൾ വെള്ളമെടുക്കാൻ പോകുമ്പോൾ പുറകിൽ നിന്നുള്ളൊരു വാക്ക്, വെള്ളം മാത്രം പോരാ, എനിക്ക് ഒരു മുറി അടയും കൂടെ വേണം. അതിന് അവളുടെ മറുപടി ഇതാണ്, ഇവിടെ ആകെ ഒരു അടയ്ക്കുള്ളതാണുള്ളത്. ഏലിയാവിൻ്റെ മറുപടി, നീ ആദ്യം എനിക്ക് തരിക, അതിനുശേഷം നീ വീണ്ടും ഉണ്ടാക്കുക. അതെങ്ങനെ സാധിക്കും? നീ കൊണ്ടുവാ. അതിന് ഏലിയാവ് പറഞ്ഞ, നീ ആ കലത്തി തൂത്തെടുത്ത് നീ അതൊരു അടയാക്കുക എന്നാണ്. തൂത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? സഹോദരിമാർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലിപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ അച്ഛന്മാരും ഇങ്ങനെ ഈ സിറ്റ് ഔട്ടിൽ ഗമാലിയൽ അന്യനായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അവരിങ്ങനെ അകത്തോട്ട് വിളിച്ചു പറയും, എടിയേ ചായ എടുത്തോ കേട്ടോ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? പക്ഷെ അടുക്കള നിൽക്കുന്ന നിങ്ങൾക്കറിയാവുള്ളൂ പഞ്ചസാര പാത്രത്തിൽ കാലിയായിട്ടിരിക്കുകയാണെന്ന്. പിന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്നൊരു പാത്രമാണ് പഞ്ചസാര പാത്രം. നിങ്ങൾ ആ പാത്രം എടുത്തിട്ട് ഇങ്ങനൊരു നോട്ടമുണ്ട്, ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനൊരു പരിപാടി, അതിൻ്റെ പേരാണ് തൂത്തെടുക്കുക. ചെയ്തിട്ടില്ലല്ലേ? മുഖം കണ്ടാലറിയാം അതിൻ്റെ PhD എടുത്തിട്ടിരിക്കുകയാണെന്ന്. ഓക്കെ, ഇതാണ് തൂത്തെടുക്കുക എന്ന് പറഞ്ഞത്. നീ ആ കലം തൂത്തെടുത്ത് അടയുണ്ടാക്കണം. അതിനർത്ഥം എന്താണെന്ന് അറിയാമോ? നിൻ്റെതെന്ന് പറയാൻ ഒരു തരി പോലും ആ കലത്തിൽ ഉണ്ടാകരുത്. നിൻ്റെത് ഫിനിഷ് ആകുമ്പോൾ എൻ്റെത് കൊണ്ട് ഞാൻ നിന്നെ നിറയ്ക്കാൻ പോകുകയാണ്. നിന്റെ ഫിനിഷിംഗ് പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആക്കി മാറ്റാൻ അറിയാവുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് തമ്പുരാൻ തുടങ്ങും. നീ തീർന്നെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ദൈവം തുടങ്ങും. ചിലർക്ക് വേണ്ടി ദൈവം ചിലത് ആരംഭിക്കും. ഞാനിതിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ ചിലർക്ക് വേണ്ടി ചിലത് തുടങ്ങാൻ പോകുകയാണ്. തൻ്റെ ജനത്തിന് വേണ്ടി ഞാൻ ചിലത് ആരംഭിക്കാൻ പോകുകയാണ്. അസ്തമിച്ചെന്ന് വിധിച്ച ചില മേഖലയിൽ ഇല്ലടാ തീർന്നില്ലെന്ന് പറയാ, അവന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാ. അവിടെ അവളുടെ ഫിനിഷിംഗ് അല്ലായിരുന്നു, അവിടെ അവളുടെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ് ആക്കി തമ്പുരാൻ അതിനെ മാറ്റി. നമ്മുടെ പോക്കറ്റിലെ അവസാനത്തെ 10 രൂപ നിന്റെ ആവശ്യങ്ങളുടെ ആദ്യത്തെ 10 രൂപയാക്കാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഉയരത്തിൽ നിന്ന് തീയിറക്കുന്ന ദൈവദാസനാണ്. മഴ അടയ്ക്കുന്നവൻ, മഴ തുറക്കുന്നവൻ. ഈ ദൈവ മനുഷ്യൻ, ഇങ്ങനൊരു ദൈവദാസൻ, ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അഗ്നിരഥങ്ങൾ, അഗ്നി അശ്വങ്ങൾ ഇറങ്ങി വന്നാണ് ഇദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോകുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ കൂടെ നടന്ന ദൈവദാസനാണ് എലീശ. ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, എനിക്ക് അച്ചാന്റെ അഭിഷേകം പോരെന്നാ പറയുന്നത്. എന്തൊരു കാര്യമാണ്! തീയിറക്കുന്ന ദൈവദാസന്മാർ ആരെങ്കിലും ഇപ്പോൾ ഉണ്ടോ? തീയിറക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ നോക്കിക്കേ, മഴ അടയ്ക്കാനും മഴ തുറക്കാനും അന്തരീക്ഷത്തിന്റെ മേൽ അധികാരമുള്ളവർ, മരണത്തെ ഉയർപ്പിക്കുന്നവർ, ഇത്രയും വലിയ ശുശ്രൂഷകളെല്ലാം കണ്ടിട്ടും ഈ ദൈവദാസൻ പറയുന്നത് എനിക്ക് അച്ചാന്റെ അഭിഷേകം പോരാ. കാര്യം എന്താണെന്ന് പറയാം. ഏലീശ താമസിക്കുന്നത് പ്രവാചകന്മാരുടെ നടുവിലാണ്, ശിഷ്യന്മാരുടെ നടുവിലാണ്. ഇവരുടെ അരിസ്ഥിതാവസ്ഥ മുഴുവൻ കണ്ട് താൻ മനസ്സുമടുത്തവനാണ്. ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരടയുണ്ടെങ്കിൽ 40 ദിവസം തനിക്ക് ജീവിക്കാം. പക്ഷെ ഇവരുടെ കാര്യമോ, പ്രവാചക ശിഷ്യന്മാരുടെ കാര്യമോ, അവർ പാർത്ത ഇടം ഞെരുക്കമുള്ളതായിരുന്നു. ഏലിയാവിന്റെ കാലം പാർത്ത ഇടം ഞെരുക്കമുള്ളതായിരുന്നു.
പലരും കടത്തിനകത്ത് കയറിപ്പോയി. എലീശയ്ക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ കാര്യം നടക്കുകയില്ല, ഇവരുടെ വിഷയം കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അഭിഷേകം എൻ്റെ മേൽ വ്യാപരിക്കണം. നിങ്ങൾ ഏലീശയുടെ ചരിത്രം പഠിക്കുക. ഏലീശയെ അധികം മിനിസ്റ്റർ ചെയ്തത് പുറത്തല്ല, ഏലീശയെ അധികം മിനിസ്റ്റർ ചെയ്തത് പ്രവാചക ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്. അവരുടെ കലത്തിലെ മാവിനെ അതിനെ ശുദ്ധമാക്കുക, അവരുടെ കലത്തിലെ പായസത്തെ ശുദ്ധമാക്കുകയാണ്. അതുപോലെ തന്നെ മരം മുറിക്കാൻ പോകുമ്പോൾ കോടാലി അവർക്കെടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ ശുശ്രൂഷകൾ നാം നോക്കിയാൽ, അതുപോലെ തന്നെ പ്രവാചക ശിഷ്യന്റെ ഭാര്യമാരിലൊരുത്തി വന്ന് ഏലീശയോട് കാര്യം പറയുന്നു. തൻ്റെ ആ ചുറ്റുവട്ടത്തുള്ളവർക്ക് വേണ്ടി, ശിഷ്യന്മാർക്ക് വേണ്ടി തന്നെ ഏലീശ അധികം കാര്യം ചെയ്യുകയാണ്. ബാലൻസ് ചെയ്യുന്ന ഒരു അഭിഷേകമാണ് താൻ ചോദിച്ചത്. തീർന്നില്ല. ഈ മനുഷ്യന്റെ ഒരിക്കൽ വീടിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് ഒരാൾ കൊട്ടാൻ തുടങ്ങി, പ്രവാചക ശിഷ്യന്മാരിൽ ഒരാൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഗുരു, നീ ഇങ്ങനെ അകത്തിരിക്കാതെ പുറത്ത് നിറങ്ങ്, നോക്ക്, ആരാം സൈന്യം വളഞ്ഞിരിക്കുന്നത് നീ കണ്ടില്ലേ? ഈ സമയത്ത് എലീശ എന്താ ചെയ്തതെന്നറിയാമോ? എലീശ ഓടിച്ചെന്നിട്ട് അവൻ്റെ കണ്ണിലേക്ക് കൈവച്ചിട്ട് പറയുകയാണ്, ഇവന്റെ കണ്ണ് തുറന്നു വരട്ടെ. കണ്ണ് തുറന്നാണ് ഇരിക്കുന്നത്. ഈ ഇപ്പൊ കണ്ട കാര്യം കാണാനാണ് നിന്റെ കണ്ണ് തുറന്നിരിക്കുന്നത്. ഇനി മറ്റൊന്ന് കാണാൻ നിന്റെ കണ്ണ് തുറന്നു വരട്ടെ. ഈ കണ്ണിലേക്ക് ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഇവൻ കാണുന്ന കാഴ്ച അഗ്നിരഥങ്ങൾ, അഗ്നിയശ്വങ്ങൾ ആ പാളയത്തിൽ വന്ന് മൂടിക്കിടക്കുകയാണ്. ഏലിയാവിൻ്റെയും ഏലീശയുടെയും അഭിഷേകത്തിന്റെ ഡിഫറൻറ്റ് അവിടെയാണ് നമുക്ക് കാണുന്നത്. ജീവിതത്തിന്റെ ഏറ്റവും അവസാന നിമിഷമാണ് ഏലിയാവ് അഗ്നിരഥങ്ങളും അഗ്നിയശ്വവും കണ്ടതെങ്കിൽ, ഏലീശയുടെ വീടിന്റെ വാതിക്കൽ ലക്ഷക്കണക്കിന് അഗ്നിരഥവും അഗ്നിയശ്വങ്ങളും ഇറങ്ങി വെറുതെ കിടക്കുകയാണ്. മറ്റവൻ ജീവിതത്തിന്റെ അവസാനമാണ് ഇത് കണ്ടതെങ്കിൽ, ഇത് ഒരു പണിയും ചെയ്യാതെ വെറുതെ കിടക്കുകയാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റുമൊന്ന് നോക്കിക്കേ, ലക്ഷക്കണക്കിന് അഗ്നിരഥങ്ങളും അഗ്നിയശ്വങ്ങളും ഇറങ്ങി കിടക്കുക. മറ്റവന്റെ അഭിഷേകത്തിന്റെ ലെവലല്ല ഇയാള് നിൽക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അഭിഷേകത്തിൽ അടുത്ത ലെവലിൽ ദൈവം നിർത്തിയിരിക്കുകയാണ്. എൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. ഒരാളെ ഉപയോഗിക്കുന്നത് പോലെയല്ല മറ്റൊരാളെ ഉപയോഗിക്കുന്നത്. അഭിഷേകത്തിൽ നാം കണ്ടതല്ല കാര്യം, കാണാനിരിക്കുന്നതാണ് കാര്യം. നാം ചെയ്തതല്ല കാര്യം, ചെയ്യാനിരിക്കുന്നതാണ് കാര്യം. കണ്ടതെല്ലാം മറക്കണം, ചെയ്തത് മറക്കണം, പറഞ്ഞത് മറക്കണം. 2025 പുതിയതൊന്നിനു വേണ്ടി ഫോക്കസ് ചെയ്യണം. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് നീ പുറത്തു വരുമ്പോ ഇതുവരെ കണ്ടതെല്ലാം മറന്നിട്ട് ആത്മാവിൽ പുതുക്കം പ്രാപിച്ചവരായി പുതിയ ചില അനുഭവങ്ങൾ ദൈവം ചിലർക്ക് തരാൻ പോകുകയാണ്. അവൻ പുതിയ എണ്ണ തേൽപ്പിക്കുമെന്നാണ് വചനം. അഗമാനദി വർദ്ധജഗൽ ഖനാസിയാര, ഇതുവരെ ലഭ്യമാകാത്തതുപോലെ ദൈവകൃപ നൽകി തരാൻ അവൻ വിശ്വസ്തനാണെങ്കിൽ അതെന്റെ മേലും വ്യാപരിക്കണമേ എന്ന് അകത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ കൈയടിച്ച് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തേര്. പൗലോസിന്റെ ആത്മലെവലിന്റെ ഒരു അടുത്ത തലത്തെക്കുറിച്ച് പറയാം. പൗലോസിന്റെ ലെവലിനെ കുറിച്ച് പറയാം. പൗലോസ് ഒരിക്കൽ ലേഖനം എഴുതിയപ്പോൾ താൻ പറയുന്നുണ്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ക്ലമന്റും മറ്റും. പൗലോസ് ഒരിക്കൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ്. പഴയ നിയമത്തിലൊരു ഭക്തനെ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം, അദ്ദേഹവുമായി കമ്പയർ ചെയ്യാം. ഒരിക്കൽ ദാവീദ് പടക്കളത്തിൽ നിന്ന് ഊരിയാവിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഒരു ലെറ്റർ എഴുതി തൻ്റെ കയ്യിൽ കൊടുത്തു. ഈ ലെറ്ററുമായി ഊരിയാവ് ഇങ്ങനെ പോവുകയാണ്. യോവാബിന്റെ കയ്യിൽ കൊടുത്തു, പടമുറുങ്ങുന്നിടത്ത് തന്നെ കൊണ്ട് നിർത്തണം. മലയാളി അല്ലാത്തത് കൊണ്ടാണ് ആ ലെറ്റർ പടക്കളത്തിൽ ചെന്നത്. മലയാളിയാണ് ഇതിങ്ങനെ നോക്കും, ഇതിനകത്ത് തന്നെ എഴുതിയേക്കുന്നത്. മലയാളി അല്ലാത്തത് കൊണ്ടാണ് ലെറ്റർ പടക്കളത്തിൽ ചെന്നത്. കൃത്യമായിട്ട് ചങ്കോട് ചേർത്ത് വെച്ച് അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. യോവാബ് ഊരിയാവിനെ പടമുറുകുന്നിടത്ത് നിർത്തി. ആള് മരിച്ചു. അനുശോചന പ്രസംഗമൊക്കെ നടത്തി ദാവീദിരിക്കുമ്പം, കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം, അനുശോചന പ്രസംഗങ്ങളൊക്കെ നടത്തി ദാവീദിരിക്കുമ്പം അവിടെ നാഥാൻ എന്ന് പറയുന്ന പ്രവാചകൻ കയറി വരികയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ആടിൻ്റെ ചരിത്രം പറഞ്ഞാണ് തുടങ്ങുന്നത്. ഒരു ഇടയനും ആടും ഇത് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ ദൈവം നിന്നെ ഇടയൻ്റെ സ്ഥാനത്ത് നിന്ന് രാജാവാക്കി മാറ്റി. പക്ഷെ നീ ഒരു ഇടയൻ്റെ പണിയിലേക്ക് ഇറങ്ങിപ്പോയി. ഇവന്റെ ചരിത്രം പഠിപ്പിച്ചു കൊണ്ടുവരികയാണ്. കൃത്യമായി സംഭവത്തെ ഒരു കണക്ട് ചെയ്ത്, എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇറങ്ങിപ്പോകരുത്.
ദൈവം നമ്മളെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ നമ്മെ കയറ്റി പാറമേൽ നിർത്തിയിരിക്കുകയാണ്. ഇനി ലോക്കൽ കാര്യങ്ങളിലേക്ക് പുറകോട്ട് ഇറങ്ങിപ്പോകരുത്. കാര്യം മനസ്സിലാകുന്നുണ്ടോ? നീ ഇറങ്ങിപ്പോയി, നീ വീണ്ടും കുഴഞ്ഞ ചേറ്റിൽ പോയി ചാടി. പുറകോട്ടിറങ്ങിയ ചെളിയാണ്, കയറ്റി നിർത്തിയിരിക്കുകയാണ് പാറമേൽ. ഇതാണ് സംഭവം. കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. തന്നോട് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ഈ ദാവീദ് തന്നെ പറഞ്ഞു, അവൻ 4 ഇരട്ടി പകരം കൊടുക്കണം എന്ന് പറഞ്ഞു കാര്യങ്ങൾ പ്രസ്താവിക്കുകയാണ്. എന്നെ പറഞ്ഞു, അത് നീ തന്നെയാണ്. ഊരിയാവ് മരിക്കാൻ കാര്യം നീ തന്നെയാണ്. എങ്ങനെയാണ് നാഥാൻ ഈ പ്രവാചകന് ഇത് കിട്ടിയെന്നറിയാമോ? ഊരിയാവെന്ന് പടക്കളത്തിലേക്ക് ഒട്ടിച്ചു കൊണ്ടുപോയ ലെറ്റർ വീട്ടിയിരുന്ന് വായിച്ചതാണ് നാഥാന്റെ റേഞ്ച്. ഇവന്റെ അഭിഷേകത്തിന്റെ ലെവൽ അവിടെയാണ്. ഒരാൾ വീട്ടിലേക്ക്, വേദപുസ്തകത്തിലെ ചരിത്രങ്ങളാണ് ഞാനിതൊക്കെ പറയുന്നത്. പുസ്തകം വീട്ടിൽ പോയിരുന്ന് വായിക്കേ. ഇവൻ ഇത് ഒട്ടിച്ചു കൊണ്ടുപോയ ലെറ്റർ വീട്ടിയിരുന്ന് കണ്ട് അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് പിടിച്ചോണ്ടുപോയ ഊരിയാവിന് അറിയത്തില്ലെങ്കിലും അത് ആത്മാവിൽ കാണുന്ന നാഥാൻ അത് വായിച്ചെന്നുള്ളതാണ്. അഭിഷേകത്തിന്റെ ലെവലാണത്. കണ്ടോ? അവിടെ കൊണ്ട് സംഭവം തീർന്നില്ല. പുതിയ നിയമത്തിൽ പൗലോസ് ഇങ്ങനെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്റും മറ്റും. ഞാനിതിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവപുസ്തകത്തിന്റെ ബൈൻഡ് പൊട്ടിയിട്ടില്ല, കേട്ടില്ല. ജീവപുസ്തകം വെച്ചിരിക്കുന്ന സ്വർഗത്തിലാണ്. പൗലോസിന്റെ റേഞ്ച് ദൈവസഭയിൽ എത്ര മെമ്പർ ഉണ്ടെന്നുള്ളതല്ല, പൗലോസിന്റെ റേഞ്ച് സഭയിൽ എത്ര എണ്ണം സ്വർഗത്തിലുണ്ടെന്നറിയാം. എത്ര പേരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ആത്മകണ്ണുകൊണ്ട് പുസ്തകം വായിക്കുന്ന ലെവലിലാണ് ഇവന്റെ വെളിപ്പാടിന്റെ തലം നിൽക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത്, നമ്മൾ ഈ പറയുന്നതൊന്നുമല്ല വെളിപ്പാടിന്റെ തലം. അങ്ങ് ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ദൈവം വിശ്വസനായ ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരിക്കൽ യാക്കോബ് ഒരു ദർശനം കണ്ടു. ഗോവണിയിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഇത് യാക്കോബ് കണ്ട ദർശനമാണ്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. ഇവിടെ കയറി വരിക എന്ന് ഉയരത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. ദൂതന്മാർ നോക്കി നിൽക്കുമ്പം യോഹന്നാൻ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. ഗോവണിയില്ലാതെ ഇവൻ കയറിപ്പോകുകയാണ്, ഗോവണിയില്ലാതെ താൻ ഇറങ്ങി വരികയാണ്. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? ഉൽപ്പത്തി പുസ്തകം ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും കണ്ടുകൊണ്ടാണ് ഭക്തൻ നിൽക്കുന്നതെങ്കിൽ, പുസ്തകം അവസാനിക്കുന്നത് ഭക്തൻ കയറിപ്പോകുന്നത് ദൂതൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്.